മോഹൻലാലിന്റെ കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലത്തെ കരിയറിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ബാനറാണ് ആശീർവാദ് സിനിമാസ്. ആന്റണി പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിലുള്ള ഈ നിർമ്മാണ കമ്പനിയാണ് 2000 മുതൽ ഇങ്ങോട്ട് മോഹൻലാലിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളും നിർമ്മിച്ചത്. നരസിംഹം മുതൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ നേര് വരെ ആകെ 34 ചിത്രങ്ങൾ നിർമ്മാണ കമ്പനിയുടേതായി റിലീസ് ചെയ്തു. ഇപ്പോഴിതാ ആശീർവാദ് സിനിമാസിന്റെ 24ാം വാർഷിക ആഘോഷം ദുബായിൽ നടന്നിരിക്കുകയാണ്. മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂർ, ജിത്തു ജോസഫ് എന്നിവർ കുടുംബസമേതം പങ്കെടുത്ത ചടങ്ങിൽ അവരുടെ സുഹൃത്തുക്കളും പങ്കെടുത്തു. ആശീർവാദ് സിനിമാസിന്റെ ആദ്യ ചിത്രമായിരുന്ന നരസിംഹം തിയേറ്ററുകളിൽ എത്തിയതിന്റെ 24ാം വാർഷിക ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം. 2000 ജനുവരി 26-നായിരുന്നു നരസിംഹത്തിന്റെ റിലീസ്. മോഹൻലാലുമായി ചേർന്ന് നിർമ്മിച്ച വമ്പൻ ബോക്സ് ഓഫീസ് വിജയങ്ങളുടെ പേരിലാണ് ആശീർവാദ് സിനിമാസ് ഇപ്പോഴും അറിയപ്പെടുന്നത്. നരസിംഹം, രാവണപ്രഭു, നരൻ, സ്പിരിറ്റ്, ദൃശ്യം, ലൂസിഫർ, ദൃശ്യം 2, നേര് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ആശീർവാദ് സിനിമാസ് ആണ് നിർമ്മിച്ചത്. മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായ ബെറോസ് ആശീർവാദ് സിനിമാസിന്റെ റിലീസ് ചെയ്യാനുള്ള മറ്റൊരു ചിത്രമാണ്. ലൂസിഫറിന്റെ 2ാം ഭാഗമായ പാൻ ഇന്ത്യൻ ചിത്രം എമ്പുരാനും ആശീർവാസിന്റെ മറ്റൊരു പ്രോജക്റ്റാണ്. അതേസമയം ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലയക്കോട്ടെ വാലിബനാണ് മോഹൻലാലിന്റെ ഏറ്റവും ഒടുവിലായി റിലീസ് ചെയ്ത ചിത്രം. ആദ്യ ദിനത്തിലെ സമ്മിശ്ര അഭിപ്രായങ്ങൾക്ക് ശേഷം 2ാം ദിനം മുതൽ ചിത്രത്തിന് വലിയ പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിലുള്ള ചിത്രമാണ് മലയക്കോട്ടെ വാലിബൻ. ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനുള്ള സൂചന നൽകിയാണ് മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രം അവസാനിപ്പിച്ചത്.